ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രഹ്മദാൽ ട്രക്കിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. ബ്രഹ്മദാൽ ട്രക്ക് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലെ ലോഹാജംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വിൻ്റർ ട്രക്കിംഗ് ആണ് ബ്രഹ്മദാൽ ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മളെ ഓവർ ബാഗൊക്കെ ഉണ്ടാവില്ലേ, അധികം ബാഗൊക്കെ ഇവിടെ സൂക്ഷിക്കും കേട്ടോ. ക്ലോക്ക് റൂമുണ്ട്. അല്ലാത്ത നമ്മൾ ലഗേജൊക്കെ ആണെങ്കിൽ നമുക്ക് ലഗേജ് എടുത്ത് പോകാൻ പറ്റാത്തവരാണെങ്കിൽ അവരെന്തെന്ന് വെച്ചാൽ ലഗേജ് അവർ എടുക്കും. പക്ഷേ അതിന് എക്സ്ട്രാ ഒരു 400 രൂപ കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊരു നോർമൽ ജാക്കറ്റ് സാധാ ഒരു ജാക്കറ്റ് ഇട്ടിട്ട് വന്നിട്ടും ട്രക്കിംഗ് ബൂട്ട്, ജാക്കറ്റ്, ഗ്ലൗസ്, ടോർച്ച്, ഹെഡ് ടോർച്ച് എന്നിവ വേണ്ട പിന്നെ വൂളൻ ഗ്ലൗസ്, വൂളൻ സോക്സ്, എ ടു സെറ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടും. അങ്ങനെ ഓരോന്ന് റെൻ്റ് എടുത്താൽ മതി. എല്ലാം കൂടി എല്ലാം ഒരുമിച്ച് ഒരു ട്രക്കിങ്ങിന് വരുമ്പോൾ, ഒരു വിൻ്റർ ട്രക്കിങ്ങിന് വരുമ്പോൾ എല്ലാം ഒരുമിച്ച് വാങ്ങാനില്ലല്ലോ. അതൊരു വാടകയ്ക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പൊതുവേ വാടകയ്ക്ക് എടുത്തതെന്ന് വെച്ചാൽ ഹെഡ് ടോർച്ചും ഈ സാധനമുണ്ട്, ഇതും വാടകയ്ക്ക് എടുത്തല്ല. ഇത് ഇവിടുന്ന് വാങ്ങിയതാണ്, ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങാൻ വിട്ടുപോയാൽ. ഈ സാധനങ്ങളൊക്കെ ഞാൻ ശരിക്കും ഈ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിലെ അവിടെ നിന്നാണ് വാങ്ങിയത്. ജാക്കറ്റ് ഇത് 250 രൂപയുള്ളൂ. പക്ഷേങ്കിൽ ഇത് നോർമൽ ജാക്കറ്റാട്ടോ. 600-700 രൂപേൻ്റെ വേറൊരു ജാക്കറ്റുണ്ട്, അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 600 രൂപയുള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ ജാക്കറ്റിന് 500 രൂപ കൊടുക്കണം. അപ്പോൾ നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. വരുമ്പോൾ ഡൽഹിയിൽ ഇറങ്ങി സരോജിനി മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജാക്കറ്റ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും, പിന്നീട് ഉപകാരപ്പെടും. ചെറിയൊരു പൈസേൻ്റെ വ്യത്യാസം അധികം. റെൻറ്റിന് എടുക്കുന്നതോ അവിടുന്ന് വാങ്ങുന്നതും തമ്മിൽ ചെറിയ ഒരു 1000 ഉറുപ്പ്യൻ്റെ വ്യത്യാസം അധികമാണ് ഇവിടെ ആകുള്ളൂ, സരോജിനി മാർക്കറ്റിലാകുള്ളൂ. വ്യൂ ആട്ടോ കാണുന്നത്. ലോഹാജംഗ് എന്ന് പറയുന്ന സ്ഥലം ഇതൊക്കെ കേട്ടോ. ഇവിടെ ഫുള്ള് ഇവരെ ഈ മൗണ്ടൻ ട്രക്കേഴ്സ് എന്ന് പറയുന്ന പോലെ ക്യാമ്പിങ് സ്ഥലം കേട്ടോ ഇവിടെ അധികം ഉള്ളത്. വ്യൂ കണ്ടില്ലേ നിങ്ങൾ, എന്താ ഭംഗി. आगे चचा उधर से अरे आगे आगे तो कोई तो जाने वाला है। अरे उनको छोड़ो यार। अच्छा वो भी नहीं है क्या? गुड मॉर्निंग। ये लगना चाहिए ना कि है कोई। ओके गाइस, और सारे लोग मेडिकली फिट है? यस। किसी को कोई दिक्कत? नो। ठीक है, कोई प्रॉब्लम होनी भी नहीं चाहिए। और आप लोग कोऑपरेट करेंगे तो हम भी कोऑपरेट करेंगे। आप लोग अगर ज़्यादा एक्साइटमेंट दिखाएंगे तो फिर वो चीज़ें हमें आती है। माउंटेन में कभी माउंटेन कहता है कि आप लोग झुक के रहेंगे तो बढ़िया रहेगा, लेकिन माउंटेन के आगे आप लोग खड़े नहीं हो सकते। हाय हाय घुमा दिया उस बैग को, चेन लगा ऊपर का बैग का। हाँ हाँ, किसका? अनमोल मेरा। किस चीज का? थोड़ा सामान रख ले यार भाई, अभी इसमें कुछ भी नहीं आया है। चलो पानी को अच्छा मेरी चाय तुम तो मेरी 4-5 महीने से ये आज ने ले लूं मट गया जिम से। तो मेरा बैग गया था भाई, उसके बाद ഫ്രണ്ട്സ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അവിടുന്ന് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് 2 കൂടി വരാനുണ്ട്. ലേറ്റായി പോയി, ബാഗ് എടുക്കുമ്പോൾ. ഇത് നമ്മൾ ഗൈഡ്. आपका नाम? नारायण जी।
फॉल नहीं है बट स्नो के पैचेस बनेंगे बट एक्सट्रीम कोल्ड है नेगेटिव माइनस में जाता है ऊपर ഇതില്ലേ ഇത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ താഴെ ഗ്രാമങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത് അതിൻ്റെ പൈപ്പായത് ഫ്രണ്ട്സ് മഞ്ഞുമല കണ്ടു തുടങ്ങി കേട്ടോ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുള്ളൂ അതാണെങ്കിൽ ശിവലക്ഷണ മഞ്ഞുമല ഇങ്ങനെ അതിൻ്റെ ടോപ്പിലൊന്നുണ്ട് ഒരു കുറി തൊട്ടനുണ്ട് വൈറ്റ് നീല ആകാശത്തിൽ താഴെ പച്ച അതിൻ്റെ മുകളിലൊരു വെള്ള പൊട്ട് തൊട്ടനുണ്ട് അടിപൊളി ഏറ്റവും പുറകിലാണ് ഞാനുള്ളത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടോ കേട്ടോ ഇതുണ്ടോ ഇത് ലോഹാജംഗ് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലുള്ള ഇവിടെയുള്ള ആളുകളുടെ കൃഷി സ്ഥലങ്ങളാണ് അപ്പോൾ കൃഷിയെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിട്ടോ വിളവ് കഴിഞ്ഞാൽ നെല്ല് ഇതുണ്ടോ മരത്തിൻ്റെ മുകളിൽ വെക്കുന്നത് അതിൻ്റെ മുകളിൽ ചെടീൻ്റെ മുകളിൽ ഇത് നെല്ല് നോട്ടെ ഈ കറ്റല്ലേ നമ്മൾ നെല്ല് മിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മരത്തിൻ്റെ മുകളിലാണ് വെക്കൽ നമ്മൾ ടീംസ് അതാ അവിടെ ഉണ്ട്. Okay, my name is Sunil Rawar. I am from Uttarkasi and Uttarakhand, and this is place named Lohazang. There's lots of mountain of meadows. That one Rupkund track on starting from Wadgaon. Then there's कितना फीट है 16,000 feet and above sea level. Then Rupkund and Bedni Bugyal together in the route. Yes, thank you so much. And again, see all mountain starting from the Lohajang. आपका ग्रुप का नाम एक बार बोलो. My group and mountain trekkers and here's a local company in Lohajang. Yeah. So, thank you. ഫ്രണ്ട്സ് പോകുന്ന വഴിക്ക് ഇതേപോലെയുള്ള വാട്ടർ സോഴ്സ് ഉണ്ടാവും കേട്ടോ ഇവിടുന്ന് നമുക്ക് വെള്ളം എടുക്കാം പൈപ്പ് മുഖേനയാണ് സംഭവം പോകുന്ന വഴിക്കുന്നുണ്ട് ഞങ്ങൾ ചളി അങ്ങനെ നമുക്ക് ഇതേപോലെയുള്ള അതാണെന്ന് പറയാൻ ഇതേപോലെയുള്ള ട്രക്കിംഗ് ഷൂ ഉപയോഗിച്ചാൽ വെള്ളം അകത്ത് കിടക്കാൻ കഴിയാത്ത ഷൂ ഉപയോഗിക്കണം അപ്പം അങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല. മോള് ഫ്രണ്ട്സ് ഞങ്ങൾ പോകുന്ന വഴിയാണേ താഴെ വ്യൂ ഉണ്ടോ ഇവിടെയൊക്കെ ഗ്രാമങ്ങളാണ് ചെറിയ ചെറിയ ലോഹാജംഗ് ഇനി ഒരുപാട് നടക്കാനുണ്ട് കിതക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ആണ് കൊണ്ടായിരിക്കും തണുപ്പ് അത്രയല്ല കേട്ടോ നമ്മളെ ജാക്കറ്റെല്ലാം ഊരി ഇതല്ലേ ജാക്കറ്റെല്ലാം ഊരി ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ മുകളിലോട്ട് എത്തുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഒറ്റ മലയാളിയില്ല കേട്ടോ ഗ്രൂപ്പിൽ ഒറ്റ മലയാളിയില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റ ഞാൻ ഒഴികെ വേറൊരാളില്ല. അപ്പോൾ മറ്റ് സാധാരണ കേദാർനാഥ ട്രിപ്പിനൊക്കെ ഒരുപാട് മലയാളികൾ കാണാം പക്ഷേ ഇതിൽ അങ്ങനെ അധികം മലയാളികളില്ല. അധികം മലയാളികൾ ബ്രഹ്മതാലിനെ പറ്റി അറിയില്ല ഒന്നും വിൻ്റർ ട്രക്കിനെ പറ്റി അതായിരിക്കാം. പക്ഷെ എല്ലാവരും ഫേമസ് കേദാർഗന്ധ. അത് കണ്ടോ ഇവിടെ ചെറിയൊരു ഗ്രാമം 1 2 3 4 5 ആസ്പെറ്റോസ് ഷീറ്റാണ് ഉണ്ടാകുക. അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ പാറക്കല്ലില്ലേ ഈ പരന്ന കല്ല് കിട്ടും ഇതിലേക്ക് അതിങ്ങനെ ഈ ഷീറ്റിൻ്റെ മുകളിൽ വെക്കും. അങ്ങനെയാണ് ഇവരെ വീടിൻ്റെ നിർമ്മിതികളൊക്കെ. അതിന് തൊട്ടപ്പുറം ഉണ്ടോ ഒരു പച്ച കാണുന്നത് അതുപോലെ കൃഷിയിടങ്ങളാണ്. തൊട്ടപ്പുറമായി കൃഷി ചെയ്ത സ്ഥലമാണ് സംഭവം കേട്ടോ. എന്തെന്നാണെന്നറിയില്ല നെല്ലാനായിരിക്കാൻ സാധ്യത. നമുക്ക് അടുത്തെത്തിയിട്ട് നോക്കാം. പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ എന്താ മരങ്ങളുണ്ട്. ചെറിയ ചെറിയ മരം കേട്ടോ ഇവിടെ അത് നീണ്ടു പോവില്ല അങ്ങനെ കുറ്റി കുറ്റിയായിട്ട് ഇതാ. ഫ്രണ്ട്സ് ഇത് മുകളിലേക്കുള്ള ലഗേജ് കൊണ്ടുവന്ന കേട്ടോ. കൊണ്ടുപോയി തിരിച്ച് വരിക.
നമ്മളെ ലഗേജ് അവരെടുക്കുന്നു പറഞ്ഞില്ലേ, 400 രൂപ കൊടുത്താൽ മതി എന്നത്. അത് ഇതേപോലെയുള്ള കഴുതയുടെ പുറത്ത് കയറ്റിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും. 400 രൂപ അവർക്ക് കൊടുത്താൽ മതി ലഗേജ് എടുക്കാൻ പറ്റാത്തവർക്ക്. എൻ്റെ ഒക്കെ ലഗേജ് ഉണ്ട്, ഇതുണ്ടോ, ലേശം വെയിറ്റ് ഉണ്ട്. ഇത്ര വെയിറ്റ് ഉള്ള നമുക്ക് എടുത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ സംഭവം എന്താ വെച്ചാൽ ഇതിലും കഠിനമായ സംഭവം ഉണ്ടാവില്ലോ, ട്രക്കിംഗ് ഉണ്ടാവില്ലോ, അതിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാകില്ല. എടുക്കാൻ പറ്റുന്നത് പരമാവധി വെയിറ്റ് എടുത്ത് പോകുന്നുണ്ടോ, അത് അത്രയും സ്റ്റാമിന നമുക്ക് സമ്പാദിക്കാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ये ब्रास बोलते हैं। एक ग्लास आपको पैसे पड़ेंगे। हाँ हाँ, फुटूगे तो पैसे पड़ेंगे आपको। हाँ। कोई नहीं, वो तो मैं 50 और दो। हाँ कोई बात नहीं। हम उत्तराखंड के रहने वाले हैं। ब्रास का जूस पिलाती हूँ सभी यात्रियों को 2 साल से। आगे मारा जाता है, इसमें कोई केमिकल नहीं डाला जाता है। 10 वाला जूस पिलाती है आंटी। है चिल्लर 50 है, 50 तो नहीं। ഫ്രണ്ട്സ്, ആ ജ്യൂസ് വീട്ടില്ലേ, അതെന്ന് പറയുന്നത് ഒരു ഉത്തരാഖണ്ഡിൽ ഉള്ള ഒരു ഗ്രാപ്സ് ഉണ്ട്, ഒരു പ്രത്യേക ടൈപ്പുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസാണ് ഇത്. നല്ല ഒരു കപ്പ് സിറപ്സില്ലേ, കപ്പ് സിറപ്സിൻ്റെ ഒക്കെ ഒരു ചുവയുണ്ട് കേട്ടോ. ആ ദീദി വിറ്റല്ലേ, ദീദി അവിടെ നിന്ന് വിറ്റില്ലായിരുന്നോ, അതിന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് കുടിച്ച ആളുകൾ പറഞ്ഞത്. പക്ഷേ ഞാൻ കുടിച്ചില്ല. നമ്മൾ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് ഈ ബേക്കത്താളിലാണ്. അപ്പോൾ ബേക്കത്താലാണ് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തത്. അത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ബേക്കത്താൽ എന്ന് പറയുന്നത് അടിപൊളി സ്ഥലമാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ചെറിയ തോതിൽ ഇപ്പം ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, എന്നാലും ചെറിയ തോതിലൊരു വിശപ്പുണ്ട്. ബാഗിൽ വെള്ളമുണ്ട്, ചൂടുവെള്ളം ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് എടുത്ത് കുടിക്കുകയാണ്. പോകുന്ന വൈകി നമുക്ക് വാട്ടർ സോഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടില്ലേ നേരത്തെ പൈപ്പിൽ ആളുകൾ വെള്ളം എടുത്ത്, അതേപോലെ ഉണ്ടാവും. ഏക്കായ ഗൈഡ് ये घर हाँ करसू हाँ ये മനസ്സിലായില്ല സംഭവം. करसू मतलब क्या है? चारा, गाय घोड़े बकरी चारा। हाँ बकरी. हाँ എനിക്ക് മനസ്സിലായില്ല. വിറക് വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞേ. ലക്കടി എന്ന് വെച്ചാൽ വിറകല്ലേ, ബക്കടി എന്ന് വെച്ചാൽ ഹലോ. ഇതെല്ലാം റിട്ടേൺ വരുന്ന ആളുകളാട്ടോ. പ്രായമുള്ള ഒരാളാണ് സബ്മിറ്റ് ചെയ്ത് വന്ന്. ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? Fine. Very nice. Coming from you? I am from Rajasthan. Rajasthan, Jaipur. You are? Kerala. Okay. Which city? Kerala, Calicut. Calicut. Good. Very nice. कैंप एक ही जगह लगेगा। ഞാൻ പറഞ്ഞ വാട്ടർ സോഴ്സ് ഇവിടെ മേലെ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ശേഖരിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് വേണേൽ വെള്ളം എടുക്കാം. ये जल जीवन मिशन का है। हाँ जल जीवन मिशन। ഓ जल जीवन मिशन യാ ജൽ ജീവൻ മിഷൻ്റെ ടാങ്കാട്ടോ ഇത്. കേന്ദ്ര സർക്കാരിൻ്റെ. केंद्र सरकार का। जी जी। ये डिस्ट्रिक्ट का नाम क्या है? चमोली का MP क्या? MP। हाँ MP। आपका MB मेंबर ऑफ पार्लियामेंट। मेंबर ऑफ पार्लियामेंट वो है, क्या कहते हैं नाम? मेंबर ऑफ पार्लियामेंट तिरबंदर सिंह रावत। तीरथ सिंह रावत। या बीजेपी भी यस, बीजेपी गवर्नमेंट। या आपका नाम क्या है? मेरा नाम बलवंत सिंह दानू, कॉन्ट्रैक्टर जल जीवन मिशन। ओह ചെറിയ ജ്യൂസുകളും സ്നാക്സൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. സംഭവം നല്ല രസമുണ്ട് കാണാൻ.
अंकल 12 का कितना हुआ? 600 रुपये 600। हाँ कितना 12 लोग ने पिया मेरे में कुछ साइड में है ही नहीं നല്ല രസമുണ്ട് അലങ്കരിച്ചു നോക്ക് ചായ കിട്ടും ചായ സൂപ്പ് ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കും കേട്ടോ ചെറിയ ചെറിയ സ്നാക്സും കിട്ടും ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ജ്യൂസ് അപ്പോൾ നിങ്ങൾ അവിടെ നിൽക്കില്ലേ ആ ജ്യൂസ് 40 രൂപ ഒന്നിനല്ല ഒരു ഗ്ലാസ്സിന് 40 രൂപ हाय हेलो हेलो दिल्ली वाला नहीं हम कलकत्ता कलकत्ता हाँ दिल्ली वाला ऊपर गया ओह सॉरी सॉरी ഫ്രണ്ട്സ് ഇവിടെയുള്ള ചെടികളല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറ്റിച്ചെടികളാട്ടോ എന്താ ഇതുണ്ടോ അധികം വലുപ്പം ഉണ്ടാവില്ല അതാ വീട് ഞാൻ പറഞ്ഞത് എന്താ വീട് കല്ലുകൊണ്ട് ഇങ്ങനെ വെച്ച വീടല്ല ഇവിടുത്തെ അധികം നിർമ്മിതികളും ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെ ഈ കല്ലിങ്ങനെ അട്ടിക്ക് വെച്ച് ഇതെന്താ സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലമായിരിക്കും ഇത് നമ്മളെ കൃഷി ചെയ്തിട്ട് ഈ പുല്ലുകളും പിന്നെ നെല്ലൊക്കെ അല്ലേ അതെല്ലാം സ്റ്റോറേജ് ആണെന്നാണ് സാധ്യത എന്ന് തോന്നുന്നു ആണ് ഇതൊക്കെ മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിച്ചില്ലേ ഇവിടെയുള്ള ഇതുണ്ടോ ഇതാണ് നമ്മളിപ്പോൾ വന്ന വഴി ഇതാണ് അവിടെയാണ് നമ്മളെ ഇതൊക്കെ ഉള്ളത് പിന്നെ ടീ ഷോപ്പൊക്കെ ഉള്ളത് അവിടെയാണ് ഇവിടെ നേലക്ക് കാണുന്നുണ്ട് നമ്മുടെ ടീ പോയിൻ്റ് അത് അവിടെയാണ് കൂടുതലുള്ള ആളുകൾ വരുന്നുണ്ടോ ഇങ്ങനെ കയറി ഇതിലിങ്ങനെ കയറി ഇങ്ങനെ പോകണം നമുക്ക് ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നാം क्या है जूस का नाम ബ്രാസ് റോഡോഡൻഡൻ ഓ നമ്മൾ ബ്രാസ് ജ്യൂസ് ആ ഒരു പെണ്ണുങ്ങൾ അവിടെ വെച്ച് വിറ്റ് ഞങ്ങൾ കണ്ടില്ലായിരുന്നു അത് ഇതിൻ്റെ മുകളിലുള്ള സാധനം എടുത്തിട്ടാട്ടോ ജ്യൂസ് അടിക്കുന്നത് നാച്ചുറൽ ഉത്തരാഖണ്ഡ് സ്പെഷ്യൽ ജ്യൂസ് ഓ ഇത് നമ്മളെ ഗൈഡ് നാരായൺജി കേട്ടോ നാരായൺജീൻ്റെ ഈ ഒരു ഭാര്യ 2 മക്കളാണ് അപ്പോൾ ഒരു മകൻ ഗോവയിൽ പഠിക്കുകയാണ് ഒരു മകൻ ഉത്തരാഖണ്ഡിലെ കോളേജിലും പഠിക്കുകയാണ് അപ്പോൾ 2 മക്കളാണ് പുള്ളിക്കാരന് സീസൺ ടൈമിന് ഈ ട്രക്കിങ്ങിന് ഒക്കെ പോവും പിന്നെ അല്ലാത്ത ടൈമിന് വീട്ടിൽ കൃഷി ചെയ്യും അതാണ് മൂപ്പരെ വരുമാന മാർഗം കേട്ടോ നമ്മൾ ഇതിലെങ്ങനെ കയറി വന്ന് ഇവിടെ ഒരു പാലമുണ്ടേ പാലത്തിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നത് ഫ്രണ്ട്സ് ഇങ്ങനെ കയറി പോയാണ് കേട്ടോ ഇതുവഴിയാണ് പോകേണ്ടത് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ആൾക്കാർ പുറകിലുണ്ട് കുറച്ച് ആൾക്കാരെ മുന്നിലുണ്ട് ഇതാണ് ഞങ്ങൾ ഈ ചെടീൻ്റെ മുകളിലാണ് ഇതിൻ്റെ കായ് കണ്ടോ കറുത്ത ടൈപ്പ് അവിടെയുണ്ട് ഇത് ശരിക്കും ഇതിൻ്റെതല്ല കേട്ടോ ഇത് ശരിക്കും ഇതാ ഈ വള്ളി ഇതിൻ്റെതാണ് ശരിക്കും ഈ സാധനം ഉണ്ടോ ഉണങ്ങി ഇതിൻ്റെതാണ് അതിൻ്റെ ശരിക്കുള്ള സംഭവം അതാ പക്ഷെ മേലോട്ട് ഉണങ്ങിപ്പോയി ഇതിങ്ങനെ ഒരു വള്ളി പോലത്തെ സാധനം കണ്ടോ ഇവിടുന്ന് വന്നാൽ അത് ഉണങ്ങിപ്പോയാ ഈ പൈപ്പ് ഉണ്ടോ ഇത് ജൽജീവൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊജക്റ്റാട്ടോ ഇത് ഇവിടെയൊക്കെ ചാലുമായി നമ്മുടെ നാട്ടിൽ റോഡെല്ലാം ഇപ്പം കുഴിച്ചുകൊണ്ട് വെക്കുന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മുന്നേ വേറെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ജലനിധി എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ട് അതിന് പുറമെയാണ് ജൽജീവൻ എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നത് ആദ്യത്തെ ജലനിധി ആരെല്ലാമൊക്കെ നിധിയായി കഴിഞ്ഞിട്ടുണ്ടാവും അത് പ്രോപ്പറായിട്ട് സംഭവം സക്സസ് ആകുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറമെ ഇത് വേണം അല്ലേ ഇതിപ്പോൾ അടുത്ത പ്രൊജക്റ്റാണ് ജലജീവൻ നാട്ടിലൊക്കെ റോഡ് ഇങ്ങനെ കുഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്
ഇവിടെ ഇതിൻ്റെ പ്രോജക്റ്റ് കഴിഞ്ഞിട്ടോ, ചാലുവായി കഴിഞ്ഞ്. അതാണ് നമ്മൾ കാണുന്നത്. അത് മുകളിലുള്ള വ്യൂ ഉണ്ട്. ഫുള്ള് പൊടിയാട്ടോ. ആൾക്കാരും പോയിട്ട് ശരിക്കും ജലദോഷം പിടിക്കുക. അവിടെ നല്ല വ്യൂ. ഓ ഇത് ശരിക്കും ഒരു വ്യൂ പോയിൻ്റാണ്, ടീ പോയിൻ്റും കൂടിയാട്ടോ. വാ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇവിടെ താഴെ നല്ല അരുവിയുണ്ട്. സൗണ്ട് ഇട്ടത് അരുവി നമ്മൾ നേരത്തെ ഒന്നുമില്ലേ അത് തിക്ക് ഫോറസ്റ്റാണ്. ഇവിടുത്തെ മറ്റേ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ താഴെയുള്ളതിനെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. ഇതുണ്ടല്ലേ ഇത്ര മരങ്ങൾ നമ്മളെ നാട്ടിലെ മരങ്ങൾ നമ്മൾ ചെറിയൊരു വ്യത്യാസം കാണിച്ചിട്ടോ. ഇതാണ് ഒരു ചെറിയ പൂപ്പൽ പിടിച്ചതിനുണ്ട്. ഇതിവിടെ സകല മരത്തിൻ്റെ മുകളിലും ഈ സാധനമുണ്ട്. അങ്ങ് താഴെ വരെയല്ല, അങ്ങ് ശരിക്കും അങ്ങ് മുകളിൽ വരെ ഉണ്ട്. എല്ലാത്തിനുണ്ട്. ഇതിനുണ്ട് അങ്ങനെ തന്നെ സകല മരത്തിനുണ്ട് ഇവിടെ ഉള്ള. മറ്റൊരു ടീ പോയിൻ്റ് എത്തിയിട്ട് നമ്മൾ നടന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നിന്ന് പോവാ. ടീ പോയിൻ്റ് ഉള്ളൊരു കളിയാണ് ഫ്രണ്ട്സ്. ഒരു ടീ കടേൻ്റെ മുകളിൽ നിങ്ങൾ ചെറിയ സാധനം പാകിയുണ്ടില്ലേ, ഒരു പുല്ല് പോലത്തെ. അത് ഇതാട്ടോ, ഒരു പുല്ല് പോലത്തെ സാധനം ഒരു ടീ കടേൻ്റെ മുകളിൽ പാകിക്കില്ലേ, അത് ഇതേപോലത്തെ ചെറിയ ചെറിയ കുറ്റി കുറ്റി മുളയുണ്ട്. അതിൻ്റെ ഇത് വെട്ടിയിട്ടാണ് പാകിയത് സംഭവം. ആ പാകിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അവിടെ കണ്ടോ താഴെ, അതിലൂടെ നമ്മൾ വന്ന് താഴെ ചെറിയൊരു അരുവിയാണ് കേട്ടോ. ഇങ്ങനത്തെ അരുവി ഒരുപാടുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ വെച്ചാൽ ഇങ്ങനെ കാണിക്കുക വെച്ചാൽ ഒരുപാട് കാണിക്കേണ്ടത്. ഇപ്പം മുകളിലോട്ട് നല്ല തണുപ്പായി വരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ആ ഫ്രണ്ട്സ്, അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്ന് മുന്നോട്ട് എത്തിയിട്ട് കുറച്ച് മുകളിലോട്ട് എത്തിയേ. ഇതാണ് ഇവിടെ ഒരു വെള്ളം ഉണ്ടോ, ഇവിടെ ഒരു വെള്ളമാണ്. നമ്മൾ ഇതെല്ലാം ഐസ് ഉറഞ്ഞ് കിടക്കുക കേട്ടോ. ഇനി ഇങ്ങോട്ട് തണുപ്പായിരിക്കും. തണുപ്പ് കണ്ട് തുടങ്ങുന്നുണ്ട്, തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇനിയും പോകണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടോ. ഇവിടെ കുറച്ചുകൂടി അധികമായിട്ട് സ്നോ കാണുന്നുണ്ട്. ഇത് തന്നെയാണോ വഴി? ഹായ്. അവിടെ അതാണോ പോയിന്റ്? അവിടെ ഒരു ടീ പോയിന്റ് കാണുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ ബേക്കത്താലെത്തിട്ടോ, ക്യാമ്പ് 1. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ട്രക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ക്യാമ്പ് സൈറ്റൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. പല ഗ്രൂപ്പായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ബേക്കത്താൽ ലേക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 9951 അടി ഫീറ്റ് മുകളിലാട്ടോ. ഇതിവിടെ ഒരു ലേക്ക് ഉണ്ട്. ശരിക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഉറഞ്ഞില്ല, ഫുള്ളായിട്ട് ഫ്രീസ് ആയില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇതുണ്ടോ, മറ്റീതിൻ്റെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ നടന്നു പോവാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന അടുത്ത ബ്രഹ്മതാൽ ട്രക്കിങ്ങിൻ്റെ അടുത്ത വീഡിയോയുമായി, അടുത്ത അടിപൊളി വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതിലും നല്ല അടിപൊളി സ്നോ ഒക്കെ അതിഭംഗിയിലായിരിക്കും ബേക്കത്താൽ ട്രക്കിങ്ങും അടുത്ത് കാണാൻ പോകുന്നത് കേട്ടോ.